മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ഈജിപ്തുകാരും ഫറോസും പിരമിഡുകളുമെല്ലാം എന്നും ലോകത്തിന്റെ മുന്നിൽ ഒരു നിഗൂഢ വിസ്മയമായിരുന്നു. ശവങ്ങളെ ഉണക്കി സൂക്ഷിക്കുന്ന മമ്മിഫിക്കേഷൻ പ്രോസസ്സാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. കഴിഞ്ഞ 100 വർഷങ്ങളിൽ കൂടുതലായി ശാസ്ത്രജ്ഞന്മാർ മമ്മികളെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. പഠനങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലെ അനേകം കാര്യങ്ങൾ കണ്ടെത്തുവാൻ ശാസ്ത്ര സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിശ്വാസങ്ങളിൽ ഒന്നാണ് മരണാനന്തര ജീവിതവും അതിൽ ഭൗതിക ശരീരത്തിന്റെ പ്രാധാന്യവും. പിരമിഡുകളും മറ്റും പണി കഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പുരാതന ഈജിപ്തുകാർ മൃതശരീരം നിലത്ത് കുഴിച്ചിട്ട് അതിൽ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, പാനീയങ്ങൾ എല്ലാം നിക്ഷേപിക്കുമായിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞതോടുകൂടി ഈജിപ്തുകാർ ശവപ്പെട്ടികളെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ശവപ്പെട്ടികളുടെ ഉപയോഗം കാരണം മൃതദേഹം അവർ വിചാരിക്കും പോലെ സൂക്ഷിക്കുവാൻ പറ്റാതെയായി. മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ അവർക്ക് കൂടുതൽ ഉപായങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു. പുരാതന ഈജിപ്തുകാർ ശവശരീരങ്ങൾ ദ്രവിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന രീതികൾ ക്രമേണ വികസിപ്പിച്ചെടുത്തു. ഇതിനെ മമ്മിഫിക്കേഷൻ എന്നാണ് വിളിച്ചിരുന്നത്. പുരോഹിതന്മാരാണ് ഈ പ്രക്രിയ ചെയ്തിരുന്നത്. ഫറോസിന്റെ കാലത്ത് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ആൾക്കാരായിരുന്നു പുരോഹിതന്മാർ. ദൈവങ്ങളുമായി അടുത്തു നിൽക്കുന്നവരാണ് പുരോഹിതന്മാർ എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകാരണം തന്നെ അവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനവും വിലയും ഒക്കെ ഉള്ളവരായിരുന്നു. നൈൽ നദീതീരത്ത് ധാരാളമായി കണ്ടുവരുന്ന ഒരു തരം ഉപ്പിന്റെ കോമ്പൗണ്ടാണ് നാട്രോൺ. ഈ നാട്രോണിൽ സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു. മൃതദേഹങ്ങളെ ഉണക്കുവാൻ പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട വസ്തുവിൽ ഒന്നാണ് നാട്രോൺ. ഈ നാട്രോൺ ശരീരത്തിലെ വെള്ളത്തെ വലിച്ചെടുക്കുന്നു. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നാടെങ്ങും മരണ അറിയിപ്പ് നടത്തുക എന്നതാണ് ആദ്യത്തെ പരിപാടി. അതിനുശേഷം ഈജിപ്തുകാർ ബോഡി എംബാമിംഗ് ചെയ്യുവാൻ ആരംഭിക്കുന്നതാണ്. ഒരു പ്രത്യേക വീഞ്ഞുപയോഗിച്ച് ആദ്യം ശരീരത്തിനെ വൃത്തിയാക്കുന്നു. പിന്നീട് നൈൽ നദിയിലെ വെള്ളം ഉപയോഗിച്ച് അത് നന്നായി കഴുകി വീണ്ടും വൃത്തിയാക്കുന്നു. എംബാമിങ്ങിന്റെ ആദ്യ പടിയാണ് മൃതശരീരത്തിൽ നിന്ന് തലച്ചോർ നീക്കം ചെയ്യുക എന്നത്. മരണാനന്തര ജീവിതത്തിൽ പ്രാധാന്യമില്ലാത്ത വസ്തുവാണ് തലച്ചോറ് എന്നവർ വിശ്വസിച്ചിരുന്നു. അതിനാൽ തലച്ചോർ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്നതാണ് ആദ്യപടി. മൂക്കിലൂടെ നീളമുള്ള ഒരു കൊളുത്ത് കയറ്റി തലച്ചോറ് പുറത്തേക്ക് വലിച്ചെടുത്ത് കളയുന്നു. അതിനുശേഷം ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ്. ആമാശയത്തിന്റെ ഇടതുവശത്ത് മുറിവുണ്ടാക്കി അവയെ പുറത്തെടുക്കുന്നു. അവ വേർതിരിച്ചെടുക്കുന്നു. കുടൽ, ശ്വാസകോശം, കരൾ, ആമാശയം എന്നിവ വൃത്തിയാക്കി 4 ഭരണികളിലാക്കുന്നു. കാനോപിക് ജാർ എന്ന് വിളിക്കുന്ന ഒരു ഭരണിയിലാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നു. ഈ ഭരണി ശവകുടീരത്തിന്റെ ഒരു അറയിൽ സ്ഥാപിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ ഹൃദയത്തിന് വലിയ പങ്ക് കൊടുക്കുന്നത് കാരണം അവ ഹൃദയം നീക്കം ചെയ്യുന്നില്ല. ഇത്രയും പ്രക്രിയകൾക്ക് ശേഷം ശരീരം ഉണക്കുവാൻ ആരംഭിക്കുന്നു. ശരീരത്തെ ഒരു കട്ടിൽ പോലത്തെ പ്രതലത്തിൽ വയ്ക്കുകയും ശരീരം മുഴുവനും നാട്രോൺ ഉപ്പിട്ട് മൂടുകയും ചെയ്യുന്നു. നാട്രോൺ ശരീരത്തിലെ എല്ലാ ഈർപ്പവും വലിച്ചെടുക്കുവാൻ വേണ്ടി 40 ദിവസം വരെ എടുക്കും. അതിനുശേഷം ലെനിൻ ഉപയോഗിച്ച് മൃതശരീരത്തെ നന്നായി പൊതിയുന്നു. പിന്നീട് മമ്മി എന്നറിയപ്പെടുന്ന ഒരു തരം പശ അതിൽ മുഴുവനായി തേച്ച് പിടിപ്പിക്കുന്നു. അതിനുശേഷം ശവകല്ലറകളിൽ എത്തിക്കുന്ന മമ്മിയുടെ വായും കണ്ണും ചെവിയുമെല്ലാം തുറക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ ഇന്ദ്രിയങ്ങൾ ആവശ്യമാണെന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കാൻ ഒരു ചെറിയ കവചവും വച്ചുകൊടുക്കുന്നു. ഇതിനുശേഷം അലങ്കരിച്ച ശവപ്പെട്ടികളിൽ മമ്മിയെ ഭദ്രമാക്കി വയ്ക്കുന്നു. അതുകൂടാതെ അവരുടെ ശവകല്ലറകളിൽ ആഭരണങ്ങളും ആഹാരങ്ങളും വെള്ളവും വസ്ത്രവും അങ്ങനെ എല്ലാം മരണാനന്തര ജീവിതത്തിനു വേണ്ടി നിറച്ചു വയ്ക്കുന്നു. അങ്ങനെ ചരിത്രമായി മമ്മികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.